ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ചെടുത്ത് വെക്കാറുണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തു വെക്കാറുണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി, അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം, അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കത് എടുത്തു വെക്കണോ വേണ്ടയോ, അങ്ങനെ നമുക്ക് ആ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഭാവിയിൽ ഇനി ആ ഒരു സാധനത്തിനോട് ആക്സസ് ഉണ്ടാവില്ല എന്നുള്ളൊരു പേടി, അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ആ ഒരു സാധനങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എടുത്ത് വെക്കാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ എടുത്തു വെക്കുന്നത് അല്ലേ? ആ ഒരു മൈൻഡ് സെറ്റ്, സ്കെയർസിറ്റി മൈൻഡ് സെറ്റ് എന്നാ പറയുക. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത്സ് ഉണ്ടെങ്കിലും പഴയ ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിലും കിച്ചൺ ടൂൾസ് നമ്മൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിലും എല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കും. അപ്പോൾ കുഴപ്പമില്ല, അതൊരു പ്രൊട്ടക്റ്റീവ് നേച്ചറാണ്. പക്ഷേ ഒരുപാട് സ്റ്റോറേജ് നമുക്കതുകൊണ്ട് നഷ്ടമാവും അല്ലേ? മിക്കപ്പോഴും ഈ ഒരു സാധനങ്ങൾ നമുക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ അത് ഭാവിയിൽ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ആവശ്യമില്ലാത്ത ഒരു സാധനം നമ്മളിങ്ങനെ എടുത്തു വയ്ക്കും. ചിലത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാവും, നമ്മൾ റെയറായിട്ട് ഉപയോഗിക്കുന്ന സാധനം തന്നെ. അതൊക്കെ ശരിക്കും നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ആ മെൻറ്റാലിറ്റി, സ്റ്റോക്ക് പൈൽ ചെയ്യാനുള്ള മെൻറ്റാലിറ്റി നമ്മൾ മാറ്റുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ്. ഇങ്ങനെ ജസ്റ്റ് ഇൻ കേസ് എന്നും പറഞ്ഞ് എടുത്തു വെക്കത്തില്ലേ? അപ്പോൾ എക്സ്ട്രാ ബ്ലാങ്കറ്റ്സ്, പഴയ ഫോണുകൾ, പഴയ ബാഗ്, അപ്പോൾ അത് ഉള്ളത് തന്നെ നമുക്കൊരു കംഫർട്ടിങ് പോലെയാണ്. കാരണം കുറേ നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ബ്ലാങ്കറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് വരും അല്ലേ? ആ ഒരു സാധനം നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ ഉള്ളൊരു റീഅഷ്വറൻസാണ് നമുക്ക് അങ്ങനെ വരുന്നത്. ആ ഒരു ഹാബിറ്റ് പക്ഷെ കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കും. കാരണം അതിൻ്റെ യൂസിനേക്കാളും കൂടുതൽ നമുക്കത് എടുത്തു വെക്കേണ്ട ഒരവസ്ഥയാണ്. നമ്മുടെ ബ്രെയിനിനെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോൾ അതിൻ്റെ റിയൽ ആവശ്യത്തിനേക്കാളും നമ്മൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് നമ്മളതങ്ങനെ കീപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെ ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് വിഷമമാവുമോ, അങ്ങനെ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ എടുത്തു വയ്ക്കും അല്ലേ? ചിലപ്പോൾ ഇത് നമ്മുടെ പഴയ ചാർജറാവാം, ഏതെങ്കിലും നോട്ട്ബുക്കാവാം, അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ എപ്പോഴേലും കൊടുത്തിട്ട് പിന്നെ അത് ആവശ്യം വന്നു എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ട് നമ്മൾ ട്രാപ്ഡായിട്ടിരിക്കും. മെൻ്റലി നമ്മൾ ട്രാപ്ഡായിരിക്കും ഈ സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പോൾ മുന്നേ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയെ, കൊടുത്തപ്പോൾ തന്നെ അതിന് യൂസ് വരും. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഈ സാധനങ്ങളൊന്നും ഒഴിവാക്കാനും പറ്റില്ല. ഈ ക്ലട്ടർ ഫ്രീ ആയിട്ടുള്ള ആ ഒരു സമാധാനമായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആ ഒരു റിഗ്രറ്റ് എന്ന് പറയുന്നത് അത് ടെമ്പററി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തായിട്ട് സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ സ്പേസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കണം. പിന്നെ ഇങ്ങനെ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ നമുക്കൊരു പ്രിപ്പയർഡ് ഫീലിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം എന്തെങ്കിലും 2 സാധനം ഉണ്ടെങ്കിൽ ഒന്ന് ചീത്തയായാലും നമുക്ക് അടുത്തത് എടുത്ത് യൂസ് ചെയ്യാം ഒരു എമർജൻസി വരികയാണെങ്കിൽ. അപ്പോൾ പക്ഷെ മിക്കവാറും ചിലപ്പം ആ ഒരു സാധനം അവിടെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തു വയ്ക്കുന്നതിനേക്കാളും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇൻറ്റൻഷനലി നമ്മൾ നല്ലപോലെ ആലോചിച്ചിട്ട് ജെന്യുവിനായിട്ട് അത് എമർജൻസി കാര്യങ്ങൾ വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് എടുക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്തു വയ്ക്കുക. അല്ലാത്തത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. പിന്നെ നമ്മൾ സാധനങ്ങൾ കൂടുതൽ ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തു വയ്ക്കാറുണ്ട്. ഇപ്പോൾ മിക്സിയൊക്കെ ഇല്ലേ, ചീത്തയായതും ഇനി ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തു വയ്ക്കും. പിന്നെ പഴയ വനിതാ മാഗസിനൊക്കെ നമുക്കതിലെ കുക്കറി സംഭവങ്ങൾ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് എടുത്തു വയ്ക്കും. പിന്നെ ക്രാഫ്റ്റ് സപ്ലൈസ്, ഇത് നമ്മൾ ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു വയ്ക്കും. പക്ഷേ മിക്കവാറും നമ്മളതൊന്നും യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. അപ്പോൾ നമ്മൾ എത്രയും നാളത് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്നോ അത്രയും നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ എത്രയും ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ആലോചിക്കുക, എനിക്ക് റിയൽ ആവശ്യം വന്നാൽ ഞാനിത് ആവശ്യത്തിന് ബെറ്റർ സാധനം വാങ്ങുക അല്ലേ നല്ലതെന്ന് ആലോചിച്ചിട്ട്
അത് ഒരു തീരുമാനം എടുക്കുക. പിന്നെ നമ്മുടെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഇൻ കേസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. ലൈക്ക് നമ്മുടെ പഴയ കോളേജ് ബുക്സ്, പിന്നെ നമ്മൾ വർക്ക് ചെയ്ത ചില ഫയൽസ്, പിന്നെ നമ്മുടെ ഹോബി ചെയ്യുന്ന സാധനങ്ങളുടെ അതിൻ്റെ കുറേ സപ്ലൈസ്, ഇതെല്ലാം നമ്മൾ ഇനി ഞാനിത് മുന്നേ ചെയ്തിരുന്നതാണല്ലോ, അപ്പോൾ എനിക്ക് ഇനി ഇത് ആവശ്യം വരും, പിന്നെ എൻ്റെ കുറച്ച് പൊട്ടൻഷ്യലിനെ മാച്ച് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ്, അങ്ങനെ വെച്ചിട്ടൊക്കെ നമ്മൾ എടുത്തു വെക്കാറുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു മെൻ്റൽ ക്ലട്ടർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ കളഞ്ഞതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമോ അങ്ങനെയൊന്നുമില്ല. അത് നമുക്കൊരു ഫ്രീഡം തരികയാണ് ചെയ്യുന്നത്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ പോകുമ്പോഴത്തേനും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരികയും അങ്ങനത്തെ പുതിയ ഐഡൻറ്റിറ്റി വരികയൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തു വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നമുക്ക് സാധനങ്ങൾ വേസ്റ്റായി പോകുമെന്നുള്ള ആ ഒരു കുറ്റബോധം, നമ്മുടെ കാശ് വേസ്റ്റ് ചെയ്യുക, സാധനങ്ങൾ വേസ്റ്റ് ചെയ്യുക, നമുക്ക് ആവശ്യമില്ലാത്തത് കളയുക എന്ന് പറയുന്നത് അതൊരു ബാഡ് ഡിസിഷനായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. ഓൾറെഡി നമ്മളത് വാങ്ങി, പക്ഷേ ഇനിയിപ്പം ആ ഒരു ചിലവാക്കി പോയി എന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മളത് വീണ്ടും എടുത്തു വയ്ക്കുന്നത് ശരിക്കും മണ്ടത്തരാണ്. ശരിക്കും ആ വേസ്റ്റ് സംഭവിക്കുന്നത് നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ്, നമ്മൾ അത് ഒഴിവാക്കുന്ന സമയത്തല്ല. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, നമ്മുടെ പൈസ നമ്മൾ കളഞ്ഞില്ല എന്ന് വയ്ക്കാം. പക്ഷേ ഓൾറെഡി നമ്മൾ അത് വാങ്ങിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ള പൈസ കൊടുത്തു, പിന്നെ നമ്മളത് യൂസ് ചെയ്യാണ്ട് പിന്നെയും അത് എടുത്ത് വയ്ക്കുന്നത് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളുടെ സ്പേസ് കളയുകയാണ്. അപ്പോൾ മാക്സിമം അത് കളഞ്ഞിട്ട് മുന്നോട്ട് പോവുക. ഇനിയെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ ഒരു മണ്ടത്തരം പറ്റാതിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മളത് ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തേനും ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരമാവും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് സമാധാനം കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളത്, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ നമുക്ക് പഠിച്ചൊരു ശീലം ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ അങ്ങനെ ഒരു സാധനവും കളയാണ്ട് എടുത്തു വയ്ക്കുന്ന, നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും ഒന്നും കളയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ അവർ റേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വാല്യൂ അന്നത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ഇതെല്ലാം സൂക്ഷിച്ച് തന്നെ വയ്ക്കണം, ഒന്നും കളയാൻ പാടില്ല, അങ്ങനൊരു മൈൻഡ് സെറ്റിലാണ്. പക്ഷേ ഇപ്പോൾ അത് മുഴുവനും നമുക്ക് പ്രാക്ടിക്കലല്ല അല്ലേ. നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയും നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഉണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ. അപ്പോൾ മൊത്തം നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്തു പോയാൽ നമുക്ക് ഒരിക്കലും സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വാങ്ങുന്നത് സൂക്ഷിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മുടെ കയ്യിലുള്ള എല്ലാതും നമ്മൾ അടുക്കി പെറുക്കി ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ പാരൻസ് പറയുന്നതും എല്ലാം കാര്യം തന്നെയാണ്. പക്ഷെ ശരിക്കും റിയലായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം കയ്യിൽ വെക്കുക എന്നുള്ളത് ഒരു പോയിൻറ്റ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക, അതായത് എല്ലാം സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ മുറുകെ പിടിക്കുക. പിന്നെ നമുക്ക് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് കളയണോ വേണ്ടയോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കാം. അതെന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ചിന്തിക്കും, ഒരു തീരുമാനം എടുക്കൂല. നമുക്ക് കളയേണ്ടതായിരിക്കും, പക്ഷെ നമ്മൾ ആ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ട് അതിങ്ങനെ സാധനങ്ങളിങ്ങനെ ഡീക്ലട്ടർ ചെയ്യാത്ത സാധനങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. ഇത് ശരിക്കും ഒരു സ്ട്രെസ്സും ഉണ്ടാവും, അതുപോലെ ഓർഗനൈസ്ഡ് അല്ലാണ്ട് വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മൾ എങ്ങാനും ഇത് തെറ്റിപ്പോവോ, സാധനങ്ങൾ ആവശ്യമില്ലാണ്ട് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള മടി കൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഒരു വർഷത്തിന് മേലെ എങ്കിലും നമ്മൾ യൂസ് ചെയ്യാത്തതാണെങ്കിൽ നമ്മളുടെ കറൻറ്റ് ലൈഫ് സ്റ്റൈലിൽ ഇത് ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ഡിലേ ചെയ്യരുത്. നമ്മളിപ്പോൾ ഡിലേ ചെയ്താൽ നാളെ നമുക്കത് വീണ്ടും ബേർഡനായിട്ട് വരും. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് കളയാനുള്ള സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമുക്കൊരു ഇമോഷണലി നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാധനങ്ങൾ ടൂൾസ് കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിലോ കിച്ചണിലെ സാധനങ്ങൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിലോ ഒരു സമാധാനമാണ്, എല്ലാം നല്ലപോലെ ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അതൊരു എന്താ പറയുക, ഫോൾസ് സേഫ്റ്റിയാന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മെസ്സി ആയിട്ട് പോവും നമ്മുടെ കിച്ചൺ. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കംഫർട്ട് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ നല്ല ഫ്രീ ആയിട്ട് നല്ലോണം സ്പേസൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് ആക്ച്വലി നമുക്ക് മാനേജ് ചെയ്യാനും എല്ലാം നല്ലത്.
പിന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്ലേസും ഉണ്ടാവും, കറക്റ്റായിട്ട് നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്ന് ഓർത്തിട്ട് സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കാര്യം നമ്മളിങ്ങനത്തെ ഒരു തോട്ടുണ്ട്, അതായത് നമ്മൾ ഏതായാലും കാശും സമയവും നമ്മുടെ എഫേർട്ടും എല്ലാം ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളഞ്ഞു. അപ്പോൾ പിന്നെ അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ, നമ്മളത് കളയാൻ പാടില്ല. ഇപ്പം ചില ഡ്രസ്സ് വാങ്ങി ഫിറ്റാവുന്നില്ല, പക്ഷെ എന്താ നമുക്ക് അത് കളയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലിരിക്കുന്നവരുണ്ടാവും. ചില ഫിറ്റ്നസ്സിൻ്റെ സാധനങ്ങളുണ്ടാവും, അതും നമുക്കിപ്പോൾ ആവശ്യമില്ല, പക്ഷെ നമ്മളതിനു വേണ്ടി പൈസ ചിലവാക്കി, അതുകൊണ്ട് നമ്മളതിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല, നമുക്കൊരിക്കലും ആ പോയ കാശ് നമുക്ക് തിരിച്ച് കിട്ടില്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, പോയ കാശിനെ പറ്റി നമ്മൾ റിഗ്രറ്റ് ചെയ്യാതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കാനുള്ളൊരു ധൈര്യം കിട്ടും. പിന്നത്തെ ഒരു മെയിൻ കാര്യമാണ് നമുക്ക് ഭാവിനെ പറ്റിയൊരു ട്രസ്റ്റ് ഇല്ലാതിരിക്കുക. ഈ ഭാവിയിൽ നമുക്കിനി കാശില്ലാണ്ടായാലോ, നമുക്ക് എങ്ങാനും ഇത് വാങ്ങിക്കാനുള്ള ഒരു റിസോഴ്സ് ഇല്ലാണ്ടായാലോ, ഒരിക്കലും ഇത് റിപ്ലേസ് ചെയ്യാൻ പറ്റാണ്ടായാലോ എന്നുള്ള ആ ഒരു വല്ലാത്തൊരു ഭയം ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസക്കുറവ്, അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ നമുക്ക് എന്തായാലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു ആവശ്യമില്ലാത്തത് പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് കോട്ടെ, നമുക്ക് ക്ലിയർ സ്പേസാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഒരുപാട് നമുക്ക് നല്ല എന്താ പറയുക, നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ തന്നെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാനും, നമ്മൾ ആ ഒരു തീരുമാനം എടുത്തത് ഗുഡ് ഡെസിഷൻ ആയിരുന്നു എന്നുള്ളൊരു തീരുമാനത്തിൽ നമുക്ക് എത്താനും ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു വെക്കുന്നതിൻ്റെ ആ ഒരു മെയിൻ എന്താ പറയുക, ഡിഫിക്കൽട്ടി, അതിലത്തെ പ്രോബ്ലംസിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഡീക്ലട്ടറിങ് എന്ന ഒരു കാര്യത്തിന് മെയിൻ ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു വിഷയമാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എടുത്തു വെക്കുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു, ഡീക്ലട്ടറിങ്ങിനൊരു മോട്ടിവേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.